ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ കേക്ക് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ. നല്ല സിമ്പിളും കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ പാൽ കേക്ക്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നെയ്യിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒത്തിരി വലിയ മണിയൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ പൊടിച്ചിട്ടില്ലെങ്കിലും, കാരണം നമ്മൾ വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഈ പഞ്ചസാരയും കോഴിമുട്ടയും നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം കേട്ടോ. ഈ കോഴിമുട്ടയിൽ പഞ്ചസാര മൊത്തമായിട്ട് അലിയണം, അല്ലെങ്കിൽ ചെറിയൊരു പൊടി പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒന്നും ആവരുത് കേട്ടോ, നന്നായിട്ട് തന്നെ അലിഞ്ഞിട്ട് വരണം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു 1/4 ടീസ്പൂണും കുറച്ച് താഴെയായിട്ട് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഈ മധുരയ്ക്ക് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മളിവിടെ പാൽ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മൈദപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 1 കപ്പ് ഫുള്ള് ഇട്ടിട്ട് അടുത്ത 1/2 കപ്പിൽ നമ്മൾ മൊത്തം ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, കുറച്ച് ബാക്കി വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കുഴച്ചിട്ട് വരുമ്പോൾ ചിലപ്പോൾ സോഫ്റ്റ് ആയിട്ട് ഇരിക്കില്ല, ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ അതിനുവേണ്ടി കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ കുഴച്ച് നോക്കുമ്പോൾ ഒട്ടി നിൽക്കുകയാണെങ്കിൽ ബാക്കിയുള്ള പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആ ബാക്കിയുള്ള പൊടി ഇതിലിട്ട് കൊടുക്കുന്നതല്ല, എനിക്കിത് കറക്റ്റ് പാകമായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊന്നും മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പാലില്ലെങ്കിൽ അതിന് പകരമായിട്ട് പാൽപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് അതും കൂടി ചേർത്തിട്ട് കുഴയ്ക്കുമ്പോൾ. ഇനിയിപ്പോൾ അത് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കിട്ടുകയാണെങ്കിൽ പാൽപ്പൊടിയോ പാലോ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ പൊടിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ 1/2 മണിക്കൂർ വെച്ചിട്ടില്ലെങ്കിലും ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ, മൂടിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്, തുറന്ന് വെക്കരുത്. അങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ പൊടി ഡ്രൈ ആയിട്ട് പോകും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പഞ്ചസാര സിറപ്പ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ 2 ഏലക്കായും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് അത് എടുത്ത് കളയാട്ടോ ഏലക്കായി. ഇനി നമ്മൾ ഇതൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വെക്കാം. ഓരോ സ്വീറ്റിനും ഓരോ കൺസിസ്റ്റൻസിയിലായിരിക്കും പഞ്ചസാര വേണ്ടി വരാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി വേണ്ട, അതിന് കുറച്ച് മുമ്പായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അതായത് ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുകിയിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തിളച്ചിട്ട് വന്നാൽ മതി. അല്ലാതെ ഒത്തിരി നേരം ഇങ്ങനെ ഹാർഡായിട്ട് അതേപോലെ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവശ്യമില്ല. നമ്മുടെ പഞ്ചസാര സിറപ്പ് ഇതാ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഒന്നിങ്ങനെ നന്നായിട്ട് ഉരുകിയിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. അതേപോലെ നമ്മൾ ഇതിലേക്ക് പാൽ കേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ഇളം ചൂടിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മുടെ മാവ് ഇതാ ഇപ്പോൾ ഇവിടെ ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിങ്ങനെ കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് നേരെ പരത്തിയെടുത്താൽ മാത്രം മതി. അപ്പം നമുക്കിതൊന്ന് വട്ടത്തിൽ നന്നായിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം. അതേപോലെ നമ്മളിവിടെ അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്, കാരണം നമ്മൾ പാൽ കേക്കൊക്കെ കഴിക്കുമ്പോൾ അത്യാവശ്യം കട്ടി ഉണ്ടാവും. അപ്പോൾ അതേപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഷേപ്പിന് വേണ്ടിയിട്ട് മാത്രം കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ സൈഡ് കട്ട് ചെയ്തിട്ട് ഷേപ്പ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ സ്ക്വയർ ആയിട്ടുള്ള ഷേപ്പ് തന്നെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. ഇനി നമുക്കിത് എത്ര വലിപ്പത്തിലാണ് പാൽ കേക്ക് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ആ വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ചായക്കടയിലൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് പാൽ കേക്ക് ഉണ്ടാവാറ്. പക്ഷെ ഞാനിവിടെ ഇതൊന്നും കൂടി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പകുതിയായിട്ട് ചെറിയ പാൽ കേക്ക് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലെടുക്കാം.
അതേപോലെ നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വിടവൊന്നും ഉണ്ടാവരുത് കേട്ടോ. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളിത് പൊരിച്ചെടുക്കുമ്പോൾ ആ ഭാഗം ഒന്നിങ്ങനെ വിട്ടിട്ടൊക്കെ വരും. അപ്പോൾ കയ്യിൽ നിന്ന് അത്ര നന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ ചെയ്യുമ്പോൾ തന്നെ ഈ ബാക്ക് സൈഡിൽ കുറച്ച് വിടവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ ഭാഗം ഇങ്ങനെ കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കുന്നൊക്കെ കാണാം. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ബാക്കിലും ഒന്നും വിടവൊന്നും ഉണ്ടാവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പരത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. കയ്യിൽ നിന്ന് അത്രയും പെർഫെക്റ്റ് ആയിട്ട് പരത്തിയെടുക്കാം. ഇനി നമുക്കിതൊന്നും കൂടി നല്ലോണം ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ഇത്രയും പാൽ കേക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് വേണ്ട ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ പാൽ കേക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലാതെ നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കും വേണം കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഫ്ലെയിമൊക്കെ കൂട്ടി വെക്കുകയാണെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അതിൻ്റെ ഉള്ളൊന്നും വെന്തിട്ടുണ്ടാവില്ല. ഉള്ളിലൊക്കെ മൈദപ്പൊടിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വരണമല്ലോ. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും നന്നായിട്ട് തന്നെ വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ അതായത് ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇത്രയും കളറൊക്കെ മാറിയിട്ട് വന്നാൽ മതി കേട്ടോ. ഇപ്പോൾ ഈ ടൈമിൽ ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതാ ചെറിയൊരു വിടവൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി നമ്മളിത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടി നല്ല കളർ വന്നോളും. അപ്പം നമ്മൾ ഈ സിറപ്പിലേക്ക് ഇടുമ്പം സിറപ്പ് ഒരു ഇളം ചൂട് വേണം കേട്ടോ. എങ്കിലേ നന്നായിട്ട് അതിലേക്ക് സിറപ്പൊക്കെ പിടിച്ച് വരുള്ളൂ. അപ്പോൾ എപ്പോഴും സിറപ്പിലേക്ക് ഇടുമ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരു ഇളം ചൂടിലുള്ള സിറപ്പിലേക്ക് ഇടാം. അപ്പോൾ സിറപ്പ് ചൂടൊക്കെ തണിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളൊരു 3-4 മിനിറ്റ് ഇട്ട് വെക്കുന്നുള്ളൂ. ഒത്തിരി നേരം ഒന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അടുത്ത ബാച്ച് റെഡി ആവുന്നവരെ ഇത് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇതാ സിറപ്പിലോട്ട് ഇട്ട് കൊടുത്തപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് തന്നെ കളറ് മാറിയിട്ടുണ്ട്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാൽ കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് സിറപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. അടുത്ത ബാച്ച് ഇവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 4 മിനിറ്റൊക്കെ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മളിത് സിറപ്പിൽ നിന്ന് എടുത്തിട്ട് ഒന്നിങ്ങനെ അതിൻ്റെ മുകളിലുള്ള സിറപ്പൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റി. സിറപ്പോട് കൂടി കഴിക്കുമ്പോഴല്ല. അടുത്ത ബാച്ച് പാൽ കേക്കും കൂടി ഞാനിതാ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇവിടെ കിടന്നിട്ട് ആവട്ടെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ പരത്തുന്ന ടൈമിൽ ഇങ്ങനെ നന്നായിട്ട് വരാത്തത് കൊണ്ടാണ് ചെറിയൊരു വിള്ളലൊക്കെ പോലെ നിൽക്കുന്നത്. അപ്പോൾ അതാ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും പുറത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക്